ജസ്റ്റിസ് അതുൽ ശ്രീധരനെ കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. 2023 തൻ്റെ മകൾ പ്രാക്ടീസ് ചെയ്യുന്ന മധ്യപ്രദേശിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങി ജമ്മു കാശ്മീരിലേക്ക് ജസ്റ്റിസ് അതുൽ ശ്രീധർ പോകുന്നത്. ജമ്മു കാശ്മീരിൽ നിരവധി ആളുകളെ ഭരണകൂട ഭീകരതയുടെ പേരിൽ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ആളുകളെ തടങ്കിൽ പാർപ്പിച്ചപ്പോൾ ശക്തവും വ്യക്തവുമായ വിധി നൽകാൻ ജസ്റ്റിസ് അതുൽ ശ്രീധരൻ തയ്യാറായി. ദേശീയ സുരക്ഷ, ദേശീയത തുടങ്ങിയ വൈകാരിക വിഷയങ്ങൾ ഉയർത്തി കോടതിയെ സ്വാധീനിക്കരുത്, വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരണമെന്ന് BJP സർക്കാരിനോട്, കെട്ടിച്ചമച്ച കേസുകൾ ഉണ്ടാക്കുന്ന പോലീസിനോട് പറയുകയുണ്ടായി. എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ ജമ്മു കാശ്മീരിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. ജമ്മു കാശ്മീരിലെ ചീഫ് ജസ്റ്റിസ് ആകാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ മധ്യപ്രദേശിലേക്ക് തിരിച്ചു വിളിച്ചു. മധ്യപ്രദേശിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് സൈനിക വക്താവായ കേണൽ സോഫിയ ഖുറൈഷിയെ തീവ്രവാദികളുടെ സഹോദരി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച BJP നേതാവിനെതിരെ FIR ഇടണമെന്ന് കണിശമായ നിർദ്ദേശം നൽകിയത് ജസ്റ്റിസ് അതുൽ ശ്രീധരനായിരുന്നു. മന്ത്രി വിജയ് ഷായ്ക്കെതിരെ സ്വമേധയാ കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ച ആളാണ് ജസ്റ്റിസ് അതുൽ ശ്രീധരൻ. അതുൽ ശ്രീധരൻ്റെ കോടതിയാണ് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയത്. മധ്യപ്രദേശിൽ വീണ്ടും അദ്ദേഹം കൊളീജിയത്തിൽ എത്തുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ ഛത്തീസ്ഗഡിലേക്ക് മാറ്റി. ഛത്തീസ്ഗഡിൽ നിന്നും അദ്ദേഹം കൊളീജിയത്തിൽ വരും എന്ന് മനസ്സിലായപ്പോൾ സുപ്രീം കോടതിയുടെ കൊളീജിയത്തോട് ഗവൺമെൻറ് നേരിട്ട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ അലഹബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. അങ്ങനെയാണ് അദ്ദേഹം അലഹബാദിലെത്തുന്നത്. UPയിലെ ഫാഷിസ്റ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ഒട്ടും പൊരുത്തപ്പെടാത്ത വിധികളാണ് ജസ്റ്റിസ് അതുൽ ശ്രീധരൻ അലഹബാദ് ഹൈക്കോടതിയിൽ വെച്ച് നടത്തിയത്. ബുൾഡോസർ രാജിനെതിരെ, മതവിദ്വേഷത്തിനെതിരെ വ്യക്തമായ നിലപാടുകൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിയമവാഴ്ചക്കായി വിധി പുറപ്പെടുവിക്കുമ്പോൾ ആര് ഭരിക്കുന്നു എന്ന് നോക്കിയല്ല അദ്ദേഹം വിധി പറയുന്നത്. മലയാളിയായ കണ്ണൂർക്കാരനായ ജസ്റ്റിസ് അതുൽ ശ്രീധരൻ നിയമലോകത്തെ തിളങ്ങുന്ന നക്ഷത്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.